ജനങ്ങൾക്ക് മനസ്സിലായി നൂഹ് നബി പറഞ്ഞത് സത്യമാണെന്ന്. അവർ പർവ്വതങ്ങൾ ലക്ഷ്യമാക്കി ഓടി. തൻ്റെ ഭാര്യയും പുത്രനും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിവരുന്നത് പ്രവാചകൻ കണ്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, കപ്പലിലേക്ക് കയറി ജീവൻ രക്ഷിക്കൂ. പക്ഷേ അവർ അത് തിരസ്കരിച്ചു. മലയേക്കാൾ ഉയരമുള്ള തിരമാല അവരെ വന്നു മറച്ചുകളഞ്ഞു. അവർ ഇരുവരും മുങ്ങി മരിച്ചു. ആ കൂറ്റൻ തിരമാലകൾ എല്ലാ അവിശ്വാസികളെയും മുക്കിക്കൊന്നു. വെള്ളം ഉയർന്നു നീങ്ങുകയും ഉയർന്നു വരികയും ചെയ്തു. ഭൂമി പൂർണ്ണമായും വെള്ളത്താൽ നിറഞ്ഞു. അപ്പോൾ ബിസ്മില്ലാഹ് എന്ന് നൂഹ് നബി പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ കപ്പൽ അനങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മഴ നിൽക്കുകയും ചെയ്തു. ഈ സമയം കൊണ്ട് ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. തനിക്ക് ഒരുപാട് കാലത്തേക്ക് കപ്പലിൽ കഴിയേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അള്ളാഹുവിന് എല്ലാത്തിനും കണക്കുകൂട്ടലുകളുണ്ട് അമീർ. എല്ലാവർക്കും അനിവാര്യമാകും വിധം അള്ളാഹു കപ്പലിനെ സജ്ജമാക്കിയിരുന്നു. കപ്പലിലേക്ക് സിംഹം കയറുമ്പോൾ അവരെല്ലാം പനി പിടിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവയെ ആക്രമിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുപോലെ അക്രമകാരികളായ എല്ലാ മൃഗങ്ങളും അസുഖം ബാധിച്ചവരായാണ് കപ്പലിൽ കയറിയത്. എല്ലാവരും സമാധാനത്തോടെ അതിൽ കഴിഞ്ഞു. എന്നാൽ എലികൾ നൂഹ് നബിക്ക് ഒത്തിരി ശല്യമുണ്ടാക്കി. അവർ എല്ലായിടവും ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പൂച്ചകളെ സൃഷ്ടിച്ചു. അങ്ങനെ പൂച്ചകൾ എലികളുടെ പുറകെ പോയി. അങ്ങനെ ആ ശല്യം അവസാനിപ്പിച്ചു. 100 വർഷവും 50 ദിവസവും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് എവിടെയും കര കണ്ടെത്താനായില്ല. അവർ ഒരുപാട് ദിവസം കാത്തിരുന്നു. കര കണ്ടെത്താനായി നൂഹ് നബി ഒരു കാക്കയെ പറഞ്ഞുവിട്ടു. പക്ഷേ കാക്ക തിരികെ വന്നില്ല. പിന്നീട് അദ്ദേഹം ഒരു പ്രാവിനെ പറഞ്ഞയച്ചു. അങ്ങനെ പറന്നുപോയ പ്രാവ് ദിവസങ്ങൾക്കു ശേഷം ഒലീവ് മരത്തിൻ്റെ ഇലകളുള്ള കമ്പുമായി തിരികെ എത്തി. കര കണ്ടെത്തിയ നൂഹ് നബിയും കുടുംബവും സന്തുഷ്ടരായി. കര വളരെ അടുത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ കപ്പൽ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. അവസാനം ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ കപ്പൽ തടഞ്ഞു നിന്നു. ബിസ്മില്ലാഹ് നൂഹ് നബി പറഞ്ഞു. കപ്പൽ അനങ്ങാതെയായി. 1 നൂറ്റാണ്ടോളം യാത്ര ചെയ്ത് അവർ കരയിലിറങ്ങി. നൂഹ് നബി എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും പ്രാണികളെയും ആദ്യം തുറന്നുവിട്ടു. അവർ വീണ്ടും ഭൂമിയിൽ വളർന്നു. അദ്ദേഹവും അനുയായികളും കപ്പലിൽ നിന്നിറങ്ങി. ആദ്യം തന്നെ അദ്ദേഹം ശിരസ് മണ്ണിൽ താഴ്ത്തി അള്ളാഹുവിനെ സ്തുതിച്ചു.